നമ്മുടെ ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ ഉയരത്തിൽ നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു അത്ഭുതം പറക്കുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ISS ഒരു ശാസ്ത്ര കേന്ദ്രം മാത്രമല്ല, ഇത് മനുഷ്യന്റെ സ്വപ്നങ്ങളുടെ ഒരു ജീവനുള്ള തെളിവാണ്. ഈ കഥ ആരംഭിക്കുന്നത് ഒരു ആഗോള സ്വപ്നത്തോടെയാണ്. 5 ശക്തമായ ബഹിരാകാശ ഏജൻസികൾ നാസ, റോസ്കോസ്മോസ്, ജാക്സ, ESA, CSA ഒരു അസാധ്യമായ ലക്ഷ്യത്തിനായി അവർ കൈകോർത്തു. ഒരുമിച്ച് അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സഹകരണ പദ്ധതികളിലൊന്ന് നിർമ്മിക്കപ്പെട്ടു. ഇതിന് ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ നീളമുണ്ട്. 109 മീറ്റർ, 6 കിടപ്പുമുറികളുള്ള ഒരു വീടിന്റെ സുഖ സൗകര്യങ്ങളോടെയാണ് ഈ ബഹിരാകാശ നിലയം സജ്ജീകരിച്ചിരിക്കുന്നത്. ലാബുകൾ, ജിമ്മുകൾ, പിന്നെ ആ കപ്പോള 360 ഡിഗ്രിയിൽ ഭൂമിയെ കാണാൻ ഒരു ജനൽ. എന്നാൽ അതിന്റെ യഥാർത്ഥ അത്ഭുതം അതിന്റെ വേഗതയിലാണ്. മണിക്കൂറിൽ 28,000 കിലോമീറ്റർ. ഓരോ 90 മിനിറ്റിലും ഭൂമിയെ ചുറ്റുന്ന ഇത് എല്ലാ ദിവസവും 16 സൂര്യോദയങ്ങൾക്കും സൂര്യാസ്തമയങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നു. 2000 ആണ്ട് നവംബർ 2 ISS എന്ന ചരിത്രം കുറിക്കപ്പെട്ടു. ആ ദിവസം മുതൽ ഈ നിലയം ഒരു നിമിഷം പോലും ശൂന്യമായിട്ടില്ല. 24 വർഷത്തിലേറെയായി ഇന്ന് 2025 ഏപ്രിൽ 14 വരെ മനുഷ്യർ ഇവിടെ താമസിക്കുന്നു. ബഹിരാകാശത്ത് ഇത്രയും കാലം തുടർച്ചയായി ആളുകളെ ആതിഥേയത്വം വഹിച്ച മറ്റൊരു സ്ഥലമില്ല. 420 മെട്രിക് ടൺ ഭാരവും $150 ബില്യൺ ചെലവും മനുഷ്യൻ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വിലയേറിയ വസ്തുക്കളിൽ ഒന്നാണ്. പക്ഷേ ഇതിന്റെ മൂല്യം പണത്തിലല്ല, അത് അറിവിലാണ്. മരുന്നുകൾക്കായി ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ക്രിസ്റ്റൽ നിർമ്മിക്കുന്നത് മുതൽ സീറോ ഗ്രാവിറ്റിയിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്നത് വരെ 3000-ലധികം പരീക്ഷണങ്ങൾ. ഒരു ദിവസം ബഹിരാകാശ യാത്രികൾ അവർ അവിടെ വളർത്തിയ ലെറ്റ്യൂസ് പോലും കഴിക്കുകയുണ്ടായി. ബഹിരാകാശത്തു നിന്നുള്ള ഒരു സാലഡ്. പക്ഷേ ഈ സ്റ്റേഷൻ ശാന്തമായി ചലിക്കുകയല്ല ചെയ്യുന്നത്. അന്തരീക്ഷത്തിലെ വലിവ് അതിനെ പതുക്കെ താഴേക്ക് വലിക്കുന്നുണ്ട്. സന്ദർശിക്കുന്ന ബഹിരാകാശ പേടകത്തിൽ നിന്നുള്ള നേരിയ തള്ളലുകൾ അതിനെ അതിന്റെ മുകളിലേക്ക് ഉയർത്തുന്നു. അങ്ങനെ അതിന്റെ യാത്ര സജീവമായി നിലനിർത്തുന്നു. 20 പരം രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യർ ഇവിടെ എത്തി. റഷ്യൻ ബോൾസ്, ജാപ്പനീസ് സുഷി, അമേരിക്കൻ മാക് ആൻഡ് ചീസ് എല്ലാം ചേർത്ത് ഒരു ബഹിരാകാശ ഭക്ഷണമേള തന്നെ. പക്ഷെ അപകടങ്ങൾ ഇല്ലാതെയല്ല ഇവ സഞ്ചരിക്കുന്നത്. മണിക്കൂറിൽ 27,000 കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞെത്തുന്ന ഉൽക്കാശകലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വിപ്പിൾ ഷീൽഡുകൾ എന്ന പ്രത്യേക കവചം ഇവിടെ സജ്ജമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഒരു യന്ത്രം മാത്രമല്ല, ഇത് മനുഷ്യന്റെ ജിജ്ഞാസയുടെയും ഒത്തൊരുമയുടെയും പ്രതീകമാണ്. ഈ നക്ഷത്രങ്ങൾക്കിടയിലെ വീട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതെന്തെന്നാൽ അസാധ്യമെന്ന് തോന്നുന്നത് പോലും നമ്മൾ ഒരുമിച്ച് നിന്നാൽ സാധ്യമാണ് എന്നാണ്.